ഹായ് ഓൾ, ഞാൻ ആര്യന്ദു ഷാലു. നമ്മളിവിടെ 2024 ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിന് വേണ്ടിയുള്ള ഫിസിക്സിൽ നിന്ന് ഡൈനാമിക്സ് പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇൻട്രൊഡക്ഷനിൽ നോക്കാം. അതായത് ഡൈനാമിക്സ് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ വരുന്ന ഒരു സബ് ഡിവിഷനാണ് ഡൈനാമിക്സ്. ഡൈനാമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഫോഴ്സ് മോഷനിൽ, അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റില് ഫോഴ്സ് എങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഡൈനാമിക്സിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് വരുന്നതാണ് ലോസ് ഓഫ് മോഷൻ. നമുക്കറിയാം ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ. അതിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഉണ്ട്. അത് നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നു. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. പിന്നെ നമുക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. നമ്മൾ ന്യൂട്ടന്റെ 3 ലോകളും പറയുന്നു. ഈ 3 ലോവും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് മോഷൻ, ചലനം വെച്ചിട്ടാണ്. സോ അതാണ് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതായത് ചലനത്തിന്റെ വിവിധ വിവിധ നിയമങ്ങൾ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ്. അപ്പൊ അത് പറയണമെങ്കിൽ നമുക്ക് മൊമെന്റ് എന്താണെന്ന് അറിയണം. ദർ ആർ 2 ടൈപ്സ് ഓഫ് മൊമെന്റ്, ലീനിയറും ഉണ്ട് ആംഗുലാറും ഉണ്ട്. അത് നമുക്ക് പറയാം. പിന്നെ കൊളീഷൻസ് ആൻഡ് ടൈപ്സ്, ഇമ്പൾസ്, ഫ്രിക്ഷൻ ആൻഡ് ലൂബ്രിക്കേഷൻ, ആംഗിൾ ഓഫ് റിപ്പോസ്, മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ. അതായത് നമ്മൾ ഇവിടെ പറയുന്ന ഫ്രിക്ഷനെ ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വർക്ക് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ദെൻ പവർ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡൈനാമിക്സിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ 2019 ലാസ്റ്റ് ആയിട്ട് ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ എക്സാം നടന്നത്. അപ്പൊ അവിടെ നിന്ന് ഡൈനാമിക്സിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു എന്ന് നമ്മൾ അവസാനം MCQ ഡിസ്കസ് ചെയ്യും. അതുപോലെ ഇനിയുള്ള എക്സാമിന് ഈ 2024 ഫിംഗർ സെർച്ചറിന് എക്സാമിന് വേണ്ടി ഡൈനാമിക്സിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അതുപോലെ മറ്റ് എക്സാമിനാണെങ്കിലും ഡൈനാമിക്സിൽ നിന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വരുന്നതെന്ന് ഇവിടെ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലോസ് ഓഫ് മോഷനിലേക്ക് പോവാം. അപ്പം ആദ്യമേ തന്നെ നമുക്ക് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പൊ ഇതിനെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നു. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം എന്താണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന്. Every body continues in its state of rest or of uniform motion along a straight line unless it is compelled by an external unbalanced force. ഓക്കെ, അപ്പൊ നമുക്കിത് സിമ്പിൾ ആയിട്ട് പറയാം. അതായത് നമ്മളിപ്പോ ഒരു ഫ്ലോർ എടുത്തു, അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോർ എടുത്തു. അപ്പൊ നമ്മൾ അവിടെ ഒരു ബോള്, നമ്മുടെ ഏതെങ്കിലും ഒരു ബോള്, നമ്മളിപ്പോ ഒരു ഫുട്ബോൾ എടുക്കാം, നമ്മൾ അത് ഉരുട്ടി വിടുവാണ്. അപ്പൊ നമുക്കറിയാം ആ ബോൾ നല്ല സ്മൂത്ത് ആയിട്ട് പൊക്കോണ്ടിരിക്കും. അത് എവിടം വരെ പോവും? ആ ബോഡി നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നിടം വരെ ആ ബോഡി എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു റഫ് സർഫസിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ, നമ്മൾ ആ ബോൾ ഇങ്ങനെ ഒരു ഉരുട്ടി വിടുവാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിയുമ്പം അത് തന്നെ നിൽക്കും. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതായത് സ്മൂത്ത് സർഫസിലെ ഇനേർഷ്യ കുറവുള്ളത് കൊണ്ടാണ് ആ മോഷന് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും വരുന്നില്ല. ആ മോഷൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എപ്പ വരെ? നമ്മളൊരു ഈ പറഞ്ഞ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്, ഒരു ബാലൻസ്ഡ് ഒരു ഫോഴ്സ് കൊടുക്കുന്നിട വരെ ആ മോഷൻ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ റഫ് ഫ്ലോറിലാണല്ലോ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നതിന്റെ മുന്നേ തന്നെ എന്താവും? അത് സ്റ്റോപ്പ് ആവും. കാരണം എന്താണ്? അവിടെ ഇനേർഷ്യ ഉണ്ട്. അതായത് ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് അവിടെ വരുന്നുണ്ട്. അതാണ് എവരി ബോഡി കണ്ടിന്യൂസ്. അതായത് ഏതൊരു ബോഡിയും അത് റെസ്റ്റിലാവുന്നതോ അല്ലെങ്കിൽ യൂണിഫോം, അത് നമ്മൾ നേരെയാണല്ലോ അതെല്ലാം പോകുന്നത്. അതായത് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നിടം വരെ അത് മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുത്താലേ അതൊരു റെസ്റ്റ് ഫോമിലേക്ക് വരത്തുള്ളൂ. അതാണ് നമ്മുടെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് പോവാം. അതായത് ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഓഫ് എ ബോഡി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ആൻഡ് ദ ചേഞ്ച് ഓഫ് മൊമെന്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പൊ ഇത്രയും വായിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ടി തോന്നും, പക്ഷെ നമുക്കിത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാം. അതായത് നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഇക്വേഷൻ F=ma ആണ്. എഫ് എന്താണ്? ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതായത് ഒരു മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിൽ
നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൽ എന്തുമാത്രം സ്ഥാന വ്യതിയാനം ഉണ്ടായി എന്നുള്ളതാണ് ഫോഴ്സ്. അതായത് ഫോഴ്സ് കണ്ടുപിടിക്കാൻ മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്, അതായത് ഒരു 10 കിലോ എടുത്തു. ആ 10 കിലോയിൽ ഞാൻ ഒരു ആക്സിലറേഷൻ കൊടുത്തു. അപ്പൊ ഞാൻ ആ ആക്സിലറേഷൻ അതല്ല, ആ 10 കിലോ ഉള്ള മാസ് ഉള്ള ഒബ്ജക്റ്റിൽ ഞാനൊരു ഫോഴ്സ് കൊടുത്തു. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് മസ്കുലാർ ഫോഴ്സ് ആണ്. എന്റെ മസിൽ പവർ ഉപയോഗിച്ച് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് മസ്കുലാർ ഫോഴ്സ് ആണ്. അപ്പം എന്റെ മസിൽ പവർ ഉപയോഗിച്ച് ഞാൻ ആ 10 കിലോ ഉള്ള മാസ് ഉള്ള ഒബ്ജക്റ്റിൽ കൊടുത്ത ഫോഴ്സിന്റെ ഫലമായിട്ട് അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടായി. അതായത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ഞാനൊരു ഫോഴ്സ് കൊടുത്തപ്പോഴത്തേനും അത് ഇങ്ങോട്ട് മാറിയെന്ന് വെച്ചു. അപ്പൊ അവിടെ നടക്കുന്ന എന്താണ്? ഫോഴ്സ് കൊടുത്തിട്ടുള്ള ആക്സിലറേഷൻ ഉണ്ടാവുന്ന ഒരു വ്യതിയാനമാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്. അത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പറയാം. ഇവിടെ പിന്നെ നമ്മൾ പറഞ്ഞൊരു ടേം ആണ് ലീനിയർ മൊമെന്റം. അപ്പൊ ലീനിയർ മൊമെന്റം എന്താണ്? ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് P ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെന്റം എന്നുള്ളത് P ഈക്വൽ ടു M ഇൻറ്റു V ആണ്. അതായത് M എന്താണ്? മാസ് ആണ്. V എന്താണ്? വെലോസിറ്റി ആണ്. അപ്പം ലീനിയർ മൊമെന്റം എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് 1 ഡയമെൻഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ ലീനിയർ മൊമെന്റം ഓഫ് എ ബോഡി എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം മൊമെന്റം വേറൊരു രീതിയിലുമുണ്ട്. അതാണ് ആംഗുലാർ മൊമെന്റം. അതായത് ഒരു സർക്കുലർ ബോഡിയിൽ നടക്കുന്ന മൊമെന്റമാണ് ആംഗുലാർ മൊമെന്റം. സ്ട്രെയിറ്റ് ആയിട്ട് 1 ഡയമെൻഷനിൽ നടക്കുന്ന മൊമെന്റമാണ് ലീനിയർ മൊമെന്റം. അപ്പം സെക്കൻഡ് ലോയിൽ പറയുന്നത് നമ്മൾ ഒരു മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ അതിന് ഫലമായിട്ട് ആ ഫോഴ്സിന്റെ ഫലമായിട്ട് അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവുന്നു. F ഈക്വൽ ടു MA. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഈക്വൽ ടു നമുക്ക് M ഇങ്ങനെ തന്നെ എഴുതി. നമുക്കറിയാം ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ആക്സിലറേഷൻ. സോ വി ഹാവ് ടു റൈറ്റ് ദാറ്റ് dv ബൈ dt എന്ന് നമുക്ക് എഴുതാം. അപ്പൊ എന്താണ്? ഈ ആക്സിലറേഷനെ നമ്മൾ എഴുതിയതാണ് dv ബൈ dt എന്ന്. സോ നമുക്ക് dv ബൈ dt എന്നുള്ള നമ്മൾ ആക്സിലറേഷനെ എഴുതിയത്. സോ ഇത് നമുക്ക് എന്തായിട്ട് എഴുതാം? മാസ് ഇൻറ്റു വെലോസിറ്റി എന്താണ്? നമ്മൾ പറഞ്ഞു മൊമെന്റം ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് എഴുതാം ഇതെന്താണ്? ഈ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ നോക്കാം. നമ്മൾ പറഞ്ഞു F ഈക്വൽ ടു MA. നമ്മുടെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് P ഈക്വൽ ടു MV ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്ര വ്യത്യാസം വന്നിട്ടുള്ളൂ. നമ്മൾ ആക്സിലറേഷന് d/dt ഓഫ് v എന്ന് കൊടുത്തു. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണല്ലോ ആക്സിലറേഷൻ. ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്രമാത്രം വെലോസിറ്റി കവർ ചെയ്തു എന്നുള്ളതാണ് ആക്സിലറേഷൻ. അപ്പൊ ഇവിടെ വേറെ ഒന്നുമില്ല, നമ്മുടെ M ഇവിടെ തന്നെ M ആയിട്ട് വന്നു. ആക്സിലറേഷൻ നമ്മൾ d/dt എന്ന് കൊടുത്തു. സോ നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി എന്താണ്? ലീനിയർ മൊമെന്റം ആണ്. ലീനിയർ മൊമെന്റം ഡിനോട്ട് ചെയ്യുന്നത് P വെച്ചിട്ടാണ്. സോ നമ്മുടെ MB ഇവിടെ P ആയിട്ടും വന്നു, d/dt അതുപോലെ തന്നെ വന്നു. അപ്പൊ ഇവിടെ എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഓഫ് എ ബോഡി. അതായത് നമ്മുടെ ഈ ലീനിയർ മൊമെന്റത്തിലുണ്ടായ റേറ്റ് ഓഫ് ചേഞ്ച്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് നമുക്കറിയാം ടൈം വെച്ച് എന്തിനേലും ഡിവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയാറുള്ളൂ. അപ്പൊ നമ്മുടെ ലീനിയർ മൊമെന്റമായ Pനെ നമ്മൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് അതായത് ടൈം വെച്ചിട്ട് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, നമ്മൾ ഡിവൈഡ് ചെയ്തു. അത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അതായത് EF ഈ d/dt ഓഫ് P ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത്രയാണ് നമ്മൾ ഈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്. ഈ ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കുക.
അതായത് നമുക്കൊരു മാസ് തന്നിട്ട് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വാല്യൂ അറിയാലോ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ നമുക്ക് ആ വാല്യൂ വെച്ചിട്ട് ഈ നമുക്ക് തന്നിരിക്കുന്ന മാസ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടും. ഈ ഒരു സെയിം പ്രോബ്ലം നമ്മുടെ 2019 എക്സാമിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും വരാം. ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തോളുക. ഇനി അടുത്താണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ലോ ആണ്. അതായത് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് ഏതൊരു ആക്ഷനും അതിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ റോക്കറ്റ് വിക്ഷേപണമൊക്കെ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷന് വരുന്നതാണ്. അതിലും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിലത്തെ കാല് മുന്നോട്ടാവുന്നു. അറ്റ് ദ സെയിം ടൈം അത് പുറകോട്ട് തന്നെ ഒരു ഫോഴ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമുക്ക് തരുന്നത് കൊണ്ടാണ് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ സ്വിം ചെയ്യുമ്പോൾ, നമ്മൾ നീന്തുമ്പോൾ നമ്മൾ മുന്നോട്ട് കൈ വെച്ചിട്ട് അത് അറ്റ് സെയിം ടൈം നമ്മൾ പുറകോട്ട് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മുന്നോട്ട് കൈ വെക്കുന്നു, ആ പുറകിൽ നിന്നുള്ള ഒരു ഫോഴ്സ് നമുക്ക് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് നമുക്ക് പുറകോട്ട് കൊടുക്കുന്ന അതേ ഇത് തന്നെ നമുക്ക് തിരിച്ചും തരുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ നടക്കുന്നതും നീങ്ങുന്നതും നമ്മുടെ റോക്കറ്റിന്റെ എല്ലാം നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ തന്നിട്ട് ന്യൂട്ടന്റെ ഏത് ചലന നിയമത്തിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനിലാണ് വരുന്നത്. കാരണം എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഒരു ആക്ഷന് ഈക്വൽ ആയിട്ടോ ഓപ്പോസിറ്റ് ആയിട്ടോ ഒരു റിയാക്ഷൻ നമുക്ക് തരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നതും നീന്തുന്നതും എല്ലാം നമ്മൾ പുറകോട്ടാണ് ഇത് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ നമ്മളെല്ലാം മുന്നോട്ട് പോകാൻ കാരണം. അപ്പം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറഞ്ഞല്ലോ, നമ്മുടെ ലോ ഓഫ് ഇനേർഷ്യ. അതായത് ഒരു മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് റെസ്റ്റ് വരത്തുള്ളൂ. പിന്നെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ F = ma ആണ്. നമ്മൾ അതിനെ മൊമെന്റത്തിലേക്ക് മാറ്റിയതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അപ്പൊ നമ്മൾ മൊമെന്റ് എന്താന്ന് പറഞ്ഞു, മൊമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് P എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. സോ നമ്മൾ P = ma എന്നാണ് നമ്മൾ മൊമെന്റം ഡിനോട്ട് ചെയ്യുന്ന മാസ് ഇൻറ്റു വെലോസിറ്റി. സോ നമ്മൾ സെക്കൻഡ് ലോയിൽ നമ്മൾ പഠിച്ചു F = dp/dt. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം P. റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്, d/dt. ടൈം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്തിനെ, ലീനിയർ മൊമെന്റത്തിന്. ആ ഇതെന്താണ്, അൺബാലൻസ്ഡ് ഫോഴ്സ് വൈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഈ ഒരു ഫോഴ്സ് ഇവിടെ 0 ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ dp/dt എന്താവും, 0 ആവും. അപ്പൊ എന്താണ്, നമ്മുടെ മൊമെന്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. ഇത് നേരിട്ട് നമ്മുടെ സെക്കൻഡ് ലോയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. F = ma ആണ്. നമ്മൾ a-നെ d/dt ഓഫ് v എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി കിട്ടി. ആ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് നമ്മുടെ ഈ P. പിന്നെ ഉള്ള d/dt അവിടെ കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫോഴ്സ് 0 ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഈ d/dt 0 ആവും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മൊമെന്റം എന്താണ്, ലീനിയർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആയി മാറുന്നു. സോ the law of conservation of linear momentum, when there is no external force, that means EF, ഈ external force അവിടെ no external force അവിടെ 0 ആവുകയാണെങ്കിൽ ആ ടോട്ടൽ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിൽ വരുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ റീകോയിൽ ഓഫ് ഗണ്ണാണ്. അതായത് നമ്മൾ ഗണ്ണ് ഷോട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മളത് മുന്നോട്ടാണെങ്കിൽ അറ്റ് ദ സെയിം പവറിൽ അറ്റ് ദ സെയിം ടൈമിൽ അത് നമുക്ക് പുറകോട്ടും ഒരു ഫോഴ്സ് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ട് ഇത് എന്തിന്റെ ബേസിലാണ്, നമുക്കിപ്പോ ചിലപ്പോൾ എക്സാമ്പിൾ ആയിട്ട് അടുത്ത 3 ലോ തരും, ഇതും കൂടി ഉണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് റീകോയിൽ ഓഫ് ഗണ്ണ്. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല, ഈക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ലീനിയർ മൊമെന്റ് അവിടെ കോൺസ്റ്റന്റ് ആണ്. കാരണം അവിടെ എന്താണ്, അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് ആണ് കൊളീഷൻസ് ആൻഡ് ടൈപ്സ്. അതായത്
കൊളീഷൻസ് എന്താണ്? കൂട്ടിമുട്ടൽ. നമുക്കങ്ങനെ നിസ്സാരമായിട്ട് പറയാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിലും രണ്ട് ഒബ്ജക്റ്റ് കൂട്ടിമുട്ടും. എന്താണ്? കൊളീഷൻ ഹാപ്പൻസ് വെൻ ടു ബോഡീസ് കം ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. ഏതെങ്കിലും രണ്ട് ബോഡി നേരിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് കൊളീഷൻ. കൊളീഷൻ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ആ ടൈമിൽ എന്തുണ്ടാവുന്നു? ആ രണ്ട് ബോഡീസ് തമ്മിൽ ഒരു ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സേർട്ട് ചെയ്യുന്നു. രണ്ട് ബോഡിയും തമ്മിൽ അപ്പൊ അവിടെ ഒരു ഫോഴ്സിനോടൊരു ഇത് നടക്കുന്നുണ്ട്. അപ്പം ഒരു ഷോർട്ട് ടൈമിലായിരിക്കും. അതാ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം, അപ്പം കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പം ഞാൻ രണ്ട് ബോൾ അപ്പറേ ഇപ്പറേ നിന്നും രണ്ട് ബോൾ അറ്റ് ദ സെയിം ടൈമിൽ എറിയുവാണ്. അപ്പം അത് തമ്മിൽ എന്തോ ചെയ്യുന്നു? രണ്ടും തമ്മിൽ ഇടിക്കുന്നു. രണ്ട് പാത്തിലേക്ക് മൂവ് ചെയ്യുന്നു. അതൊരിക്കലും ഒട്ടിയിരിക്കുന്നൊന്നുമില്ല. വരുന്നു, തമ്മിൽ പെട്ടെന്ന് തന്നെ ഇടിക്കുന്നു. അത് രണ്ട് സ്ഥലത്തേക്കായിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് തെറിച്ചു പോകുന്നു. പക്ഷെ ആ ബോഡിക്ക് ഒരു മാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫോഴ്സിന് ഇക്വേഷൻ എന്നാണ് പഠിച്ചത്? F=ma, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ അവിടെ മാസും ഉണ്ട്, ആ ബോഡി ഒരു ആക്സിലറേഷനിലാണ് വരുന്നത്. കാരണം ഒരു ഡിസ്റ്റൻസിൽ, ഒരു ടൈമിൽ അതൊരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് വെലോസിറ്റി ബൈ ടൈം എടുത്ത് അങ്ങനെയാണ് അത് വരുന്നത്. സോ അവിടെ ഒരു ഫോഴ്സ് F=ma ഉണ്ട്. അപ്പൊ ആ ബോഡി തമ്മിൽ ഇടിക്കുമ്പോൾ, മാസമുള്ള രണ്ട് ബോഡി തമ്മിൽ ഇടിക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ്, അവിടെ മാസും ഉണ്ട്, ബോഡിയുടെ മാസും ഉണ്ട്. അതും ഇങ്ങനെ വരുന്നത് കൊണ്ട് അതിനൊരു ആക്സിലറേഷനും ഉണ്ട്. സോ അങ്ങനെ ആ മാസും ആ ബോഡിയുടെ ആക്സിലറേഷനും കൂടെ കൂടി ചേർന്ന് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഫോഴ്സ് ആ രണ്ട് ബോഡിയും തമ്മിൽ, രണ്ട് ബോഡിക്കും അത് എക്സേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു പെട്ടെന്നുള്ളൊരു സംഭവമാണ്, ഒരു ഷോർട്ട് പീരീഡ് ഉണ്ടാവുന്നതാണ് ആ ഒരു ആഘാതം, ആ ഒരു ഇടിയുടെ ആഘാതം എന്ന് പറയുന്നത്. അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം പന്ത്, നമ്മൾ ക്രിക്കറ്റ് കളിയിൽ നമ്മൾ പന്ത് എറിയുന്നു, ആ ബാറ്റിൽ വന്നിരിക്കുന്ന ഒരു ഷോർട്ട് ടൈം ഉണ്ടല്ലോ, അത് കൊളീഷൻ എക്സാമ്പിൾ അല്ല, അത് ഇമ്പൾസീവ് വരും. പക്ഷെ ആ ഒരു ഷോർട്ട് ടൈമിലല്ല അത് നടക്കുന്നത്, ആ ബാറ്റും ആ ബോളും തമ്മിൽ ഒരു ഫോഴ്സ് വരുന്നത്. അതാണ് കൊളീഷൻ എന്ന് പറയുന്നത്. കൊളീഷൻ മെയിൻലി രണ്ട് രീതിയിലാണ്, ഈ ഇലാസ്റ്റിക് കൊളീഷനും ഇൻ ഇലാസ്റ്റിക് കൊളീഷനും. അതുപോലെ ഈ കൊളീഷന്റെ സമയത്ത് എനർജിയും മൊമെന്റവും തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. അത് ഇലാസ്റ്റിക്കിലും ഇൻഇലാസ്റ്റിക്കിലും ഒരുപോലെ അല്ല, അത് പല രീതിയിലാണ്, നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ കൊളീഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പൊ നമ്മൾ പന്തിന്റെയും ക്രിക്കറ്റ് ബാറ്റിന്റെ എല്ലാം കാര്യത്തിൽ അത് ശരിക്കും ആ രണ്ട് ബോഡി തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നുണ്ട്, അത് തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷെ ചില സമയത്ത് ഇത് ഇങ്ങനെ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെയും കൊളീഷൻസ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ആൽഫ പാർട്ടിക്കിളിന്റെ ഡീകെ, അതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു രണ്ട് ബോഡി തമ്മിൽ കൂട്ടിമുട്ടാതെ നടക്കുന്ന ഒരു കൊളീഷൻസും നടക്കുന്നുണ്ട്. ആൽഫ ഡീകെയിലൊക്കെയാണ് വരുന്നത്. സോ കൊളീഷൻ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ടൈപ്സിലേക്ക് പോവാം. ടൈപ്സിലേക്ക് പോകുമ്പോൾ മെയിൻലി ഇലാസ്റ്റിക് കൊളീഷനുമാണ് ഇൻഇലാസ്റ്റിക് കൊളീഷനാണ് ഉള്ളത്. ഇലാസ്റ്റിക് കൊളീഷൻ ആണ് ഞാൻ പറഞ്ഞത്, നമ്മൾ രണ്ട് ബോൾ തമ്മിൽ നമ്മൾ എറിയുന്നു, ആ രണ്ട് ബോൾ തമ്മിൽ ഇടിക്കുന്നു, ഹിറ്റ് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം അത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അത് തിരിച്ചു പോകുന്നു. അതായത് അവിടെ കൈനറ്റിക് എനർജി, മൊമെന്റും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. അതായത് കൈനറ്റിക് എനർജി എന്താണ്? ഏതൊരു മോഷനുള്ള ഒബ്ജക്റ്റിനും ഏതൊരു മോഷനുള്ള ബോഡിക്കും ഉള്ള ഒരു ഫോഴ്സ് ആണ് കൈനറ്റിക് എനർജി. ആ ബോഡിക്കുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. കാരണം അതെന്താണ്? മോഷനാണ്, അതൊരു ചലനമാണ്, അത് റെസ്റ്റിൽ ഇരിക്കുവല്ല. ആ ബോള് തമ്മിൽ വരുവാണ്, ഇത്ര ദൂരം അത് വരുവാണ്, സോ അത് മോഷനിലാണ്, സോ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു മൊമെന്റം ഉണ്ടെന്ന് പറഞ്ഞു. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാസ് ഇൻറ്റു വെലോസിറ്റി. ആ വരുന്ന ബോഡിക്ക് ഒരു മാസ് ഉണ്ട്, അത് ഇത്ര വെലോസിറ്റിയിലാണ് വരുന്നത്, ഇത്ര ഡിസ്റ്റൻസ് ഇത്ര ടൈമിൽ കവർ ചെയ്താണ് അത് വരുന്നത്. പിന്നെ ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് ശരിക്കും പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് ടോട്ടൽ എനർജി. സോ ഹിയർ ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. സോ ഈ നമ്മുടെ ഇലാസ്റ്റിക് കൊളീഷനിൽ ഈ കൈനറ്റിക് എനർജി, മൊമെന്റും ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആണ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ശ്രദ്ധിക്കണം. ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി, മൊമെന്റം, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ അത് നമുക്ക് പറയാം. പിന്നെ ഇൻഇലാസ്റ്റിക് കൊളീഷൻ,
ഇതിന്റെ ഇലാസ്റ്റിക് കൊളേഷനെ വെച്ചിട്ട് എന്ത് മാറ്റമാണ് ഇൻഇലാസ്റ്റിക് കൊളേഷനുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഈ പറഞ്ഞ മൊമെന്റോ ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആണ്. പക്ഷെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, ഈസ് നോട്ട് കൺസേർവ്ഡ്. കൈനറ്റിക് എനർജി ഇവിടെ കൺസേൺഡ് അല്ല, മൊമെന്റും ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആണ്. അതെന്തുകൊണ്ടായിരിക്കും ഇവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലാത്ത? അപ്പം ആ ഒരു ഫീച്ചറാണ് നമ്മുടെ ഇലാസ്റ്റിക് കൊളീഷനിൽ നിന്നും ഇൻഇലാസ്റ്റിക് കൊളീഷനെ ഡിഫറെന്റ് ആക്കുന്നത്. സോ നമുക്കത് എന്താന്ന് നോക്കാം. അതായത് ഞാനിപ്പം എന്റെ കയ്യിൽ ഒരു ജെൽ എടുത്തു, നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ജെൽ എടുത്തു. ആ ജെൽ എടുത്തിട്ട് ഞാൻ എന്റെ വോളിലേക്ക് എറിയുവാണ്. എന്റെ വോളിലേക്ക് എറിയുമ്പോൾ ഡെഫിനറ്റ്ലി അത് അവിടെ സ്റ്റിക്ക് ചെയ്യും. നോ ഡൗട്ട്, ഡെഫിനറ്റ്ലി അത് അവിടെ സ്റ്റിക്ക് ചെയ്യും. അത് ഒരിക്കലും എന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരത്തില്ല. എന്റെ കയ്യിൽ നിന്നതല്ല, അത് അവിടെ തന്നെ സ്റ്റിക്ക് ആവാതെ ഒരിക്കലും തിരിച്ചു വരത്തില്ല. കാരണം എന്താണ്, അത് അവിടെ അബ്സോർബ് ചെയ്ത് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നു. അപ്പൊ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പം അതിന് പിന്നെ തിരിച്ചു വരാനുള്ള അത് മോഷനിലല്ല, അത് റെസ്റ്റ് ആയി അവിടെ. അത് റെസ്റ്റിലാണ് അത് അവിടെ ഇരിക്കുന്നത്, ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. സോ അതിനവിടെ കൈനറ്റിക് എനർജി ഇല്ല. റെസ്റ്റിൽ ഇരിക്കുവോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുന്ന ബോഡിക്ക് ഒരിക്കലും കൈനറ്റിക് എനർജി കാണത്തില്ല. അതിന് എന്തായിരിക്കും ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും കാണുന്നത്. അപ്പം ശ്രദ്ധിക്കുക, മോഷനിൽ ഉള്ള ഒരു ഒബ്ജക്റ്റിന് മാത്രമേ കൈനറ്റിക് എനർജി ഉള്ളൂ. റെസ്റ്റിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുകയോ ചെയ്യുന്ന ഒരു ബോഡിക്ക് ഒരിക്കലും കൈനറ്റിക് എനർജി കാണത്തില്ല. പകരം എന്താ കാണത്തുള്ളൂ? പൊട്ടൻഷ്യൽ എനർജിയെ കാണത്തുള്ളൂ. ദാറ്റ്സ് വൈ ഹിയർ കൈനറ്റിക് എനർജി 0 ആയിരിക്കും ആൻഡ് കൈനറ്റിക് എനർജി ഇസ് നോട്ട് കൺസേർവ്ഡ് ആയിരിക്കും. അപ്പം ഈ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് നോക്കാം. ആൻഡ് ഹിയർ ദ വാല്യൂ എലാസ്റ്റിക് കൊളീഷനിൽ ഈ 1 ആയിരിക്കും, ഇൻഇലാസ്റ്റിക് കൊളീഷന് 0 ആയിരിക്കും. നമ്മൾ പറഞ്ഞ ഇത് തന്നെയാണ്, പാർട്ടിക്കിൾ സ്റ്റിക്ക് ആഫ്റ്റർ കൊളീഷന് ശേഷം അത് എന്ത് ചെയ്യും? അത് അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കും. അപ്പം ഇലാസ്റ്റിക് കൊളീഷനിൽ അതുപോലെ തന്നെയാണ്. ഞാനിപ്പോ ഒരു വാളിലേക്ക് ഒരു ബോൾ എറിയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം ബാക്ക്. എന്റെ കയ്യിലല്ലെങ്കിൽ പോലും അത് തിരിച്ചു വരും. ഒരിക്കലും അവിടെ അതിനകത്തൂടെ കയറി പോവുക, അവിടെ ഒട്ടിയിരിക്കുകയോ ചെയ്യത്തില്ല. അപ്പം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഓർത്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ കൈനറ്റിക് എനർജി 0 ആയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, അതപ്പോ ഈ ഒരു ടേം വന്നുകൊണ്ട് കൊടുത്തതാണ്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല. ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അതായത് ഇവിടെ നമ്മൾ വിയും യുവും വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് യു എന്ന് പറയുമ്പം ഇനിഷ്യൽ വെലോസിറ്റി ആണ്, അതായത് തുടങ്ങുമ്പോഴുള്ള വെലോസിറ്റി. വി എന്നുള്ളത് അവിടെ ചെന്ന് തിരിച്ചു വരുമ്പോഴുള്ള ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പം അവസാനമായിട്ട് വരുന്ന നമ്മൾ ഒരു സാധനം എറിഞ്ഞു, അത് തിരിച്ചു വരുമ്പോഴുള്ള വെലോസിറ്റിയും അത് അങ്ങോട്ട് പോകുമ്പോഴുള്ള വെലോസിറ്റിയും തമ്മിലുള്ള ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇ. ഞാൻ ആദ്യം ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്തുകൊണ്ട് 0 ആയെന്ന് പറയാം. കാരണം അത് അങ്ങോട്ട് പോകുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്, അതിനൊരു വെലോസിറ്റി ഉണ്ട്. പക്ഷെ അത് തിരിച്ചു വരുന്നില്ല. കാരണം എന്താണ്? അത് അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുവാണ്. അപ്പൊ തിരിച്ചു വരാത്തതിന് ഒരിക്കലും ഒരു വെലോസിറ്റി കാണുന്നില്ല. അത് റെസ്റ്റിലല്ലേ. റെസ്റ്റിലുള്ള ഒരു ബോഡിക്കും എന്തുണ്ട്? വെലോസിറ്റി, ആക്സലറേഷൻ ഒന്നുമില്ല. അത് 0 ആയിരിക്കും. സോ ആ ഒരു 0 ഉള്ളത് കൊണ്ടാണ്, സോ ഇവിടെ എന്താണ് വരുന്നത്? ഫൈനലായിട്ടുള്ള വെലോസിറ്റി അവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് 0 ആണ് വാല്യൂ വരുന്നത്. സോ ഇ ഈക്വൽ ടു 0 ബൈ ഒരു ഡാഷ് വെലോസിറ്റി, അങ്ങോട്ട് പോയൊരു വെലോസിറ്റി. അത് നമുക്ക് 0 വെച്ച് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താലും അത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ 0 വരാൻ കാരണം. ഇലാസ്റ്റിക് കൊളീഷന് 1 ആണ്. കാരണം ഇലാസ്റ്റിക് കൊളീഷനിൽ അങ്ങോട്ട് പോകുമ്പോഴും വെലോസിറ്റി ഉണ്ട്, അത് തിരിച്ചും വരുന്നുണ്ട്. സോ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. സോ ഇതിപ്പം 1 വെച്ചിട്ടാണേലും 1/1 എന്താണ്? 1 ആണ്. സോ അതാണ് നമ്മുടെ ഇലാസ്റ്റിക് കൊളീഷന് കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ ഈ 1 വരാൻ കാരണം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് കൊളീഷൻ കഴിഞ്ഞു. കൊളീഷൻ അതിന്റെ 2 ടൈപ്സ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇമ്പൾസ് നോക്കാം. ഇമ്പൾസ് സിമ്പിൾ ആയിട്ടൊരു ടേം ആണ്. അതായത് ഇമ്പൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ് ദ ബിഗ് ഫോഴ്സ് ആക്റ്റീവ് ഫോർ എ വെരി സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ പെട്ടെന്ന് നമ്മൾ ക്രിക്കറ്റ് നോക്കുമ്പോൾ ആ ഒരു ബോള് ഒരു ഹൈ വെലോസിറ്റിയിൽ, അതായത് ഓടി വന്നിട്ട് ആ ക്രിക്കറ്റ് എറിയുവാണ് ചെയ്യുന്നത്. അപ്പൊ അത് അത്രയും ഹൈ വെലോസിറ്റിയിൽ വന്നിട്ട് ഒരു ഫ്യൂ സെക്കൻഡ് ആണ് അത് ആ ബാറ്റിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്കത് കാണാൻ പോലും കിട്ടത്തില്ല. അത്രയും ഫാസ്റ്റ് വന്നിട്ട്, അത്രയും വെലോസിറ്റിയിൽ വന്നിട്ട് ആ ഒരു മാസമുള്ള ഒരു ബോള് അത്രയും വെലോസിറ്റി വന്നിട്ടാണ്
ബാറ്റിനെ ഹിറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫോഴ്സ്, കാരണം ഫോഴ്സ് എന്താണ്, M×A ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. നമ്മളിപ്പോ ബോൾ എടുക്കുവാണെങ്കിൽ ബോളിന് എന്തുണ്ട്, മാസും ഉണ്ട് ആക്സിലറേഷനും ഉണ്ട്. അപ്പം ആ ഫോഴ്സിലുള്ള ഇത് ഒരു പർട്ടിക്കുലർ ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ പെട്ടെന്ന് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇമ്പൾസ്. പെട്ടെന്നുള്ള ഒരു ആഘാതമാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. അത് ഒരു സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഒരു വലിയ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ ഇപ്പൊ ക്രിക്കറ്റ് ബോളില്ലേ, ബോൾ വന്ന ബാറ്റ് ഹിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇമ്പൾസിന് ചേഞ്ച് ഇൻ മൊമെന്റം എന്നും പറയും. കാരണം എന്തായിരുന്നു, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, സെക്കൻഡ് ലോയിൽ പഠിച്ചില്ലായിരുന്നോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് എന്ന്. സോ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് നമ്മുടെ ഇമ്പൾസ്. സോ നെക്സ്റ്റ് ആണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദ ഫോഴ്സ്, ഒരു ഫ്രിക്ഷൻ ഒരു ഫോഴ്സ് ആണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഒപ്പോസസ് ദ മോഷൻ ഓഫ് എ സോളിഡ് ഒബ്ജെക്ട് ഓവർ അനദർ. അതായത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കാൻ കാരണം. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും സ്ലിപ്പ് ഇരുന്നേനെ. അതുപോലെ ഫ്രിക്ഷൻ 4 ടൈപ്സ് ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ സ്റ്റാറ്റിക് എന്നുള്ള വേർഡ് എവിടെ കണ്ടാലും നിങ്ങൾ ഓർത്തോളുക. സ്റ്റാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് റെസ്റ്റ് ആണ്. സ്ലൈഡിങ് എന്താണ്, നമ്മൾ സ്ലൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിരങ്ങി പോകുക എന്നൊക്കെ പറയത്തില്ലേ, അത്. റോളിംഗ് എന്താണ്, ഉരുട്ടി വിടുന്നത്. പിന്നെ ഫ്ലൂയിഡ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ വാട്ടറും എടുത്തു, ഇത്തിരി തേനും എടുത്തു. ഇത് നമ്മൾ രണ്ടും ഇങ്ങനെ ഒഴിച്ചു വിടുവാണ്. വെള്ളം എന്താണ്, വെള്ളം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. പക്ഷെ നമ്മുടെ തേൻ അങ്ങനെ പോവോ, ഇല്ല. കാരണം എന്താണ്, അത് സ്റ്റിക്കിയാണ്. അതിന് മോഷന് അത് അത്ര സ്പീഡിൽ അത് മൂവ് ചെയ്യത്തില്ല. കാരണം അതിന്റെ മോഷന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ അത് പതുക്കെ പോകത്തുള്ളൂ. അപ്പൊ ആ ഫ്ലൂയിഡിന്റെ മോഷനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ അവിടെ ഉണ്ട്. അപ്പം ഫ്രിക്ഷൻ എന്താന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ചലനത്തെ എന്താണ്, ഒരു ഒപ്പോസ് ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ. നമ്മുടെ സ്മൂത്ത് ആയിട്ട് നമുക്ക് നടക്കേണ്ട മോഷൻസിനെ പലതിനെയും ഒപ്പോസ് ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേനും ഈ പായലൊക്കെ കാരണം നമ്മൾ സ്ലിപ്പ് ആവും. കാരണം എന്താണ്, അവിടെ ഫ്രിക്ഷൻ കുറവാണ്, അവിടെ ഭയങ്കര സ്മൂത്ത് സർഫസ് ആണ്. സ്മൂത്ത് സർഫസിൽ എന്താണ്, ഫ്രിക്ഷൻ കൂടുതലാണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ കുറച്ച് മണൽ തരിയോ അല്ലെങ്കിൽ മിറ്റിലോ അല്ലെങ്കിൽ നമ്മൾ കുമ്മായോ ഒക്കെ ഇടും. അതൊക്കെ എന്തിനാണ്, ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം ഒരു തരത്തിൽ പറയുവാണെങ്കിൽ ഫ്രിക്ഷൻ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഫ്രിക്ഷന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ശരിക്കും നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞു. അപ്പൊ സ്റ്റാറ്റിക് എന്നുള്ള വേർഡ് എവിടെ കണ്ടാലും ഓർത്തോളുക. ഇറ്റ്സ് ഡിഫൈൻഡ് അത് റെസ്റ്റിലുള്ളപ്പോഴാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എന്താണ്, ഒരു ടൈപ്പിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. കാരണം എന്താണ്, ദാറ്റ് ആക്ട്സ് ബിറ്റ്വീൻ ദ സർഫസ് വെൻ ദേ ആർ അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. റെസ്റ്റിലുള്ള ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ കൈനറ്റിക് ഫ്രിക്ഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ കൈനറ്റിക് എനർജി പറഞ്ഞു മോഷൻ ഉള്ളതിനെയാണ് നമ്മൾ ശരിക്കും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, കൈനറ്റിക് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ്, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ബിറ്റ്വീൻ മൂവിങ് സർഫസ്. ഏതെങ്കിലും മൂവ് ചെയ്യുന്ന സർഫസിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പം സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റിൽ ഉണ്ടാവുന്നതും കൈനറ്റിക് മീൻസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ. സോ അപ്പം ഇത് ഫ്രിക്ഷൻ എന്താണെന്നും അതിന്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ലൂബ്രിക്കേഷൻ ആണ്. അപ്പം ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിക്ഷനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ലൂബ്രിക്കേഷൻ. അപ്പം സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം. അതായത് നമ്മള് കുറച്ച് നമ്മൾ ഈ ഗേറ്റ് ഒക്കെ അടയ്ക്കാൻ നേരം ചില സമയത്ത് നമുക്ക് ഭയങ്കര ടഫ് ആയിരിക്കും അതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി, ഭയങ്കര പിടുത്തമായിരിക്കും അല്ലെ. അതെന്താണ്, അവിടെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് പോയി കുറച്ച് ഓയിലോ അല്ലെ കുറച്ച് ഗ്രീസോ ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഫ്രിക്ഷനെ
കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ലൂബ്രിക്കേഷൻ, അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിനാണ് നമ്മൾ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അപ്പം അത് അത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം ആംഗിൾ ഓഫ് റിപ്പോസ്. ഇത് നമുക്ക് അത്ര കേട്ട് പരിചയം കാണില്ല, പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗർ കൂടെ ആഡ് ചെയ്തത്. അപ്പൊ ഞാൻ പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈ ഫിഗർ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. സോ നമുക്ക് നോക്കാം ആംഗിൾ ഓഫ് റിപ്പോസ്. ഇപ്പം നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു മൺകൂന എടുത്തു. ഒരു ഹീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു കൂന എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈ മൺകൂന എടുത്തു. അപ്പൊ ഇവിടെ ആ മൺകൂനയുടെ സർഫസിൽ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആയിരിക്കില്ല. ആ മണല് നമ്മൾ കൂമ്പാരി വിടുന്നത് ഒരു ഹൊറിസോണ്ടൽ, ഒരു പ്ലെയിൻ സർഫസിലായിരിക്കും. അപ്പൊ ഇതാണ് ആ ഹൊറിസോണ്ടൽ സർഫസ്. സോ ആ സർഫസും പിന്നെ ആ ഒരു കൂന ഉണ്ടാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ഹീപ്പ്, അതായത് അത് കിടക്കുന്ന ആ ഒരു ലൈൻ, ഇത് കണ്ടില്ലേ? അപ്പം ആ നമ്മുടെ ഹീപ്പുള്ള ആ ഒരു ആംഗിൾ ഓഫ് ആ ഒരു സർഫസും ആ ഒരു ഹൊറിസോണ്ടൽ സർഫസും പിന്നെ ഈ ഹീപ്പിന്റെ ആ ഒരു ഹൈറ്റ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നില്ലേ, അതും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിപ്പോസ്. സോ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരും ആംഗിൾ ഓഫ് റിപ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടി. സോ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാം. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2h/d. അപ്പൊ നമുക്ക് ചിലപ്പോൾ എച്ചിന്റെയും ഡിയുടെയും വാല്യൂ തന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ എച്ച് എന്നുള്ളത് ഹൈറ്റ് ഓഫ് ഹീപ്പ് ആണ്. ഈ ഇതാണ് ഹൈറ്റ് ഓഫ് ഹീപ്പ്. പിന്നെ 6 റേഡിയസ് ഓഫ് ഹീപ്പ്, ഇതാണ് അതിന്റെ റേഡിയസ്. ഇനിയിപ്പം നമുക്ക് ഡയമീറ്റർ ആണ് തന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഹാഫ് എടുത്തിട്ട് റേഡിയസ് വെച്ചിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ഇക്വേഷനും ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ലൂബ്രിക്കൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് എല്ലാം എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ നമ്മളത് കുറച്ച് റഫ് ആക്കും. അങ്ങനെ നമ്മൾ ആ ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ സ്മൂത്ത് സർഫസിനൊക്കെ റഫ് ആക്കും. ലൂബ്രിക്കൻസ് ആയ ഓയിലും ഗ്രീസും നമ്മൾ സൂയിങ് മെഷീനിൽ, നമ്മുടെ തയ്യൽ മെഷീനിൽ കുറച്ച് ഇത് കഴിയുമ്പോഴത്തേനും കറക്കാനൊക്കെ അത് പാടായി, ചവിട്ടുന്ന മെഷീനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ പാടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഓയിലും ഗ്രീസും ഒക്കെ ഇട്ട് കൊടുക്കും. അതുപോലെ അങ്ങനെ ആ ഫ്രിക്ഷനെ നമ്മൾ ലൂബ്രിക്കൻസ് ഉപയോഗിച്ച് കുറയ്ക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് വർക്ക് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ വർക്ക് എന്താണ്? വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. പിന്നെ ആ ഫോഴ്സും ആ ഡിസ്റ്റൻസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് കോസ് തീറ്റ. അപ്പൊ അതിന്റെ യൂണിറ്റ് വരുന്നത് ജൂൾ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ ആണ്. പിന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നോക്കാം. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. ഇതിപ്പോ ഞാൻ കുറച്ച് ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇത് പറയുമ്പോൾ നമുക്ക് ഈ ഫിഗർ വെച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എപ്പോഴാണ് വർക്ക് ഡൺ സീറോ ആവുന്നത്? വർക്ക് ഡൺ സീറോ ആവുന്നത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ആ ഫോഴ്സിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ സീറോ ആംഗിൾ മേക്ക് ചെയ്യുമ്പോഴാണ്, പെർപെൻഡിക്കുലർ, അതായത് 90 ഡിഗ്രി, ഇത് കണ്ടോ, ഈ ഫോഴ്സും ഈ ഡിസ്പ്ലേസ്മെന്റും 90 ഡിഗ്രി ആവുമ്പോഴാണ് നമുക്ക് അവിടെ വർക്ക് ഡൺ സീറോ ആവുന്നത്. എപ്പോഴാണ് വർക്ക് ഡൺ പോസിറ്റീവ് ആവുന്നത്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആവുമ്പോഴാണ് നമ്മുടെ വർക്ക് ഡൺ പോസിറ്റീവ് ആവുന്നത്. എപ്പോഴാണ് വർക്ക് ഡൺ നെഗറ്റീവ് ആവുന്നത്? ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, നെഗറ്റീവ് ആകുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ വർക്ക് ഡൺ സീറോ ആവും. സോ നമുക്ക് എന്താണ് എനർജി എന്ന് നോക്കാം. എനർജി ഇസ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സിലുള്ള എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, തെർമൽ എനർജി, അതായത് ഹീറ്റ് വെച്ചിട്ടുള്ളത്, കെമിക്കൽ, ന്യൂക്ലിയർ എനർജി എക്സെട്ര. യൂണിറ്റ് വരുന്നത് ജൂള് തന്നെയാണ്. വർക്കിന്റെ എനർജിയുടെയും സെയിം യൂണിറ്റ് ആണ് ജൂള്. പിന്നെ കൺസർവേഷൻ ഉണ്ട്. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വെച്ചാൽ എനർജീനെ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് എനർജി. നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും പറഞ്ഞല്ലോ ഓൾറെഡി. കൈനറ്റിക് എനർജി മോഷനുള്ള ഒബ്ജക്റ്റ് കാണുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജി ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോ റെസ്റ്റിലോ ഉള്ള ബോഡിക്ക് കാണുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. വാല്യൂസ് ഒക്കെ നമുക്ക് നേരിട്ട് വരും, നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാണ് എക്സാമ്പിൾ. പൊട്ടൻഷ്യൽ എനർജി റെസ്റ്റിൽ ഇരിക്കുവാണ്. കൈനറ്റിക് എനർജി മീൻസ് അത് മോഷനിലാണ്. പിന്നെ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജീനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പവർ കിട്ടുന്നത്. യൂണിറ്റ് വരുന്നത് വാട്ട് ആണ്. പിന്നെ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് എനർജീനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്.
പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട്സ് ദ ആക്ച്വൽ വെയിറ്റ് ഓഫ് എ ബോഡി ഹാവിംഗ് മാസ് 10. നമ്മൾ പറഞ്ഞു വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്. മാസ് ഇവിടെ 10 ആണ്, ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്കറിയാം 9.8. സോ 9.8 ഇൻറ്റു ഞാൻ പറയാം, സോ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. സോ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, W ഈക്വൽ ടു എം ഇൻറ്റു ജി ആണ്. സോ നമുക്ക് മാസ് ഇവിടെ തന്നിട്ടുണ്ട് 10 ആണ്. നമുക്ക് ഗ്രാവിറ്റിയുടെ വാല്യൂ അറിയാം 9.8 ആണ്. സോ നമുക്ക് ഇവിടെ വാല്യൂ കിട്ടും 98 ന്യൂട്ടൺ. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ദിസ് വാസ് ദ കറക്റ്റ് ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ വീക്കസ്റ്റ് ഫോഴ്സ്. അപ്പം ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. പിന്നെ നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ ആണ്. നമ്മൾ പറഞ്ഞു 1 ജൂൾ ഈക്വൽ ടു ഡാഷ് ഏർഗ്സ് ആണ്. അതപ്പം ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്താൽ മതി. 10⁻⁷ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1 ജൂൾ ഈക്വൽ ടു 10⁻⁷ ഏർഗ്സ് ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോറി, വർക്ക് ഡൺ ഈസ് 0 വെൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഡാഷ് ടു ഈച്ച് അതർ. എപ്പോഴാണ് നമ്മുടെ വർക്ക് ഡൺ 0 ആവുന്നത്? നമ്മുടെ ഫോഴ്സിന്റെ, അതായത് ഞാനിത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഈ പറഞ്ഞ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ ആംഗിൾ, ഇതിപ്പം ഫോഴ്സിന്റെ ആണെങ്കിൽ ഇത് ഫോഴ്സ്, ഇത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ എസ്, ഇത് തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആക്കുമ്പോഴാണ് 90 ഡിഗ്രി ആക്കുമ്പോഴാണ് ഇത് 90 ആട്ടോ. ഓക്കെ, 90 ഡിഗ്രി ആകുമ്പോഴാണ്, അതായത് പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് നമ്മുടെ വർക്ക് ഡൺ 0 ആവുന്നത്. സോ ഫൈനൽ ക്വസ്റ്റ്യൻ, this one. What is the velocity of radio waves in free space? റേഡിയോ വേവ്സ് എന്നല്ല, നമ്മുടെ ഏതൊരു വേവ് ആണ്. ഗാമ, എക്സ്റേ, UV, വിസിബിൾ, ഇൻഫ്രാ, മൈക്രോ, റേഡിയോ, അങ്ങനെ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ 7 ടൈപ്സ് ഓഫ് വേവ്സ് ഉണ്ട്. അതിൽ ഏതൊരു വേവ് ആണെങ്കിലും ഫ്രീ സ്പേസിലൂടെ പാസ് ചെയ്യുമ്പോൾ, നമ്മുടെ ലൈറ്റിന്റെ ആണെങ്കിൽ പോലും അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. സോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഡൈനാമിക്സിൽ പ്രധാനമായിട്ട് എക്സാമിനെ ടാർഗറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. അപ്പം ഇതെല്ലാം ഒന്നുകൂടെ വായിച്ചിട്ട് നോക്കിയിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഒന്നുകൂടെ വായിക്കുക. വായിക്കുന്നതിനോടൊപ്പം തന്നെ ഈ എക്സാമ്പിൾസ് എല്ലാം നമ്മൾ ഓരോന്നിനും പറഞ്ഞ ഓരോ എക്സാമ്പിൾസ് എല്ലാം ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്നത് പിന്നെ ഒരു തവണ വായിക്കുമ്പോഴാണ് നമുക്കത് ഓർത്തിരിക്കാൻ സഹായിക്കും. ഓക്കെ, താങ്ക് യു.